ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവികളിലേക്ക് പൊതുവെ വരുമ്പോൾ ചാർജിങ്ങിനുള്ള സൗകര്യമാണ്. ഇത് ഉപയോഗിച്ചാണ് ഞാൻ പൊതുവെ ചാർജ് പ്ലഗ് എല്ലായിടത്തും അവൈലബിൾ അല്ല. എല്ലാ സ്പേസുകളും എല്ലാ സൗകര്യമുള്ള ഒരു സെറ്റപ്പ് ക്യൂട്ടാണ്. അതേപോലെ തന്നെ വളരെ എക്സിക്യൂട്ടീവ് ലുക്കിംഗ് ഒക്കെയാണ്. നമ്മൾ ചാവി ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഈ രീതിയിലാണ് നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം 4205 കിലോമീറ്റർ ഞാൻ ഓടി. ഇതുവരെയുള്ള അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ പലപ്പോഴും നമ്മുടെ ഈ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കാറ്. ഇതിൻ്റെ പേര് കോമറ്റ് TV. ഇത് 2 മാസമായി ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് എടുത്ത വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ. ഹായ്, അപ്പോൾ നമ്മുടെ കോമറ്റ് കാർ EV MGയുടെ കോമറ്റ് EV ആണ്. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാനിപ്പോൾ എടുത്തത്. 2 മാസത്തോളമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 4200ഓളം കിലോമീറ്റർ ഓടി. ഇത് കമ്പനി തന്നെ അതിന് ഫിറ്റ് ചെയ്ത് തന്ന ചാർജിങ്ങിനുള്ള സൗകര്യമാണ്. ഇത് ഉപയോഗിച്ചാണ് ഞാൻ പൊതുവേ ചാർജ് ചെയ്യാറ്. പിന്നെ അതേപോലെ തന്നെ ഏകദേശം കുറച്ച് കാലം ഓടിയിട്ട് അതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ചൊരു റിവ്യൂ കൃത്യമായിട്ട് പറയാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ 2 മാസം ഓടി, 4200ഓളം കിലോമീറ്റർ ഓടി. ഇതുവരെയുള്ള ഇതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം വെരി ഗുഡ് എന്നാണ്. വളരെ നന്നായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഡിസയർ ZXi പ്ലസ് ഓട്ടോമാറ്റിക് കാറായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എനിക്ക് ഒരുപാട് ഏകദേശം 50ഓളം കിലോമീറ്റർ ഡെയിലി ഓഫീസിലേക്കും സ്കൂളിലേക്കുമായിട്ട് ഓരോ ദിവസം ഓടാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസവും 400 രൂപ 350-400 രൂപയ്ക്ക് ഇതിന് എണ്ണ അടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഉള്ള സൗകര്യം എണ്ണ അടിക്കേണ്ട. 2 മാസമായിട്ട് ഞാൻ പെട്രോൾ പമ്പിലേക്ക് തന്നെ പോയിട്ടില്ല. വളരെ സൗകര്യപൂർവ്വമാണ് കോമറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ കോമറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കോമറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. EVകളിലേക്ക് പൊതുവെ വരുമ്പോൾ ജനങ്ങളെടുത്ത് നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരുപാട് സംസാരങ്ങളുണ്ടാകും. ഞാൻ പലരോടും അഭിപ്രായം ചോദിച്ചാണ് ഈ വണ്ടി എടുത്തത്. നേരത്തെ ഞാൻ ഈ വണ്ടി ഒന്ന് ബുക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നെ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് വിട്ടു, പല അഭിപ്രായങ്ങളും അറിയാൻ വേണ്ടി. പിന്നെ 1 വർഷത്തിന് ശേഷമാണ് ഞാൻ പെരിന്തൽമണ്ണയിലെ MG ഷോറൂമിൽ നിന്ന് ഈ വണ്ടി എടുക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേകത ഷോറൂമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാനുള്ളത്, മറ്റു വണ്ടികൾ എടുത്ത പോലെയല്ല. നമുക്ക് ഈ വണ്ടിയിൽ എപ്പോഴും ഇവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് എന്ത് അഭിപ്രായം ചോദിച്ചാലും കൃത്യമായിട്ട് മറുപടി കിട്ടും. അതേപോലെ തന്നെ നമ്മളെപ്പോഴും പരിഗണിക്കും. സാധാരണ ഒരു കസ്റ്റമർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടിയൊന്നും കിട്ടാറില്ല. ഞാൻ പലപ്പോഴും ഒരുപാട് വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പലപ്പോഴും വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു വേറെ രീതിയിലാണ് പോകൽ. പക്ഷേ MGയുടെ ഈ പെരിന്തൽമണ്ണയിലുള്ള ഷോറൂം കോഴിക്കോട് ഷോറൂമിൻ്റെ ബ്രാഞ്ചാണ്. വളരെ നല്ല രീതിയിൽ സർവീസിലായാലും അതേപോലെ തന്നെ നമ്മുടെ സെയിൽസിലൊക്കെ എപ്പോഴും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മറുപടിയൊക്കെ കിട്ടും. ഇപ്പോൾ എനിക്കിതിന് നമ്പറും കിട്ടി. പുതിയ കേൽപ്പത്ത് മലപ്പുറം രജിസ്ട്രേഷനാണ്. കേൽപ്പത്ത് BL 28 എന്ന നമ്പർ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 2 ആഴ്ചയായിട്ട് എനിക്ക് പാസ്സായിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം MG അത് നന്നായിട്ട് എനിക്ക് എന്ത് ചെയ്തു, അതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം തരികയും അതിൻ്റെ നമ്പർ പ്ലേറ്റ് കഴിഞ്ഞ ദിവസം വന്ന് അത് ഫിറ്റ് ചെയ്ത് തരികയും ചെയ്തു. അതിലൊക്കെ അവർ നല്ലൊരു നയമാണ് സ്വീകരിക്കുന്നത്. നല്ലൊരു രീതിയാണ്. വളരെ നമ്മളെ മോശപ്പെടുത്തുന്ന രീതിയല്ല. എപ്പോഴും നമുക്ക് അവരൊരു സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ഈ ഷോറൂമുകാർ നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കാണ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ഇത് AC ഫാസ്റ്റ് ചാർജിങ് ആണ്. ഞാൻ ഏറ്റവും പുതിയ ഓപ്ഷനല്ല, 2ാമത്തെ ഓപ്ഷനായ കോമറ്റ് EVയിലെ X80 FC എന്ന മോഡലാണ് എടുത്തത്. അപ്പോൾ അതിനെ കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ AC ഫാസ്റ്റ് ചാർജിങ് ആണ്. അത് പല സ്ഥലത്തും ഇല്ല. നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് ആണിത് ചാർജ് ചെയ്യേണ്ടത്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ നഗര ആവശ്യങ്ങൾക്ക്, നമ്മുടെ ചുറ്റുപാടുകളിൽ ഓടാനാണ്, ലോങ് ഓടാനല്ല. എന്നാലും ഞാൻ ഇതുമായിട്ട് ഒരുപാട് ലോങ്ങൊക്കെ പോയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനും 4 മക്കളുമാണ് ഉള്ളത്. ഞങ്ങൾ സുഖമായിട്ട് ഇതിൽ യാത്ര ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. ഉള്ളൊക്കെ കൃത്യമായ എല്ലാ സ്പേസുകളും എല്ലാ സൗകര്യമുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. മക്കൾക്ക് 4 പേർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കിലൊക്കെ ഇരിക്കാനും പറ്റും. അതിൻ്റെ ചാവിയാണിത്. ഇത് നമ്മുടെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിന് ഇതല്ല. ഇത് ചാവി സാധാരണ പോലെ തന്നെ ചാവി ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണ്. ഇതിൻ്റെ ചാവിയൊക്കെ കാണാൻ വളരെ ക്യൂട്ടാണ്. അതേപോലെ തന്നെ വളരെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിംഗ് ഒക്കെയാണ്. നമ്മൾ ഈ ചാവി ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഈ സ്ക്രീനിൽ ഈ രീതിയിലാണ് നമ്മൾ കാണുക. അതേപോലെ തന്നെ നോക്കുക, 2 ഡോറും ഓപ്പൺ ആണ്. ഡോർ ഓപ്പൺ ചെയ്താലും മറ്റൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. നോക്കി ഏകദേശം 4205 കിലോമീറ്റർ ഞാൻ ഓടി. അപ്പോൾ ഇതുവരെയുള്ള അഭിപ്രായമാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ പലപ്പോഴും നമ്മുടെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചില സമയത്ത് ഈ ഭാഗം ഒന്ന് എന്ത് ചെയ്യും, മറ്റേ ബ്ലാക്കായി പോകും. അപ്പോൾ ഇതിന് കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് അപ്ഡേഷൻ നടക്കുകയാണെന്ന് കണ്ടു. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരുപാട് ബട്ടൺസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചിഹ്നം കൊടുത്തിട്ടുള്ള ബട്ടൺസൊക്കെ, ഈ ചിഹ്നം കൊടുത്ത ബട്ടൺസൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ദിവസം വഴിയിൽ കാറ്റ് കുറഞ്ഞ് വണ്ടിക്ക് മെസ്സേജ് വന്നു, എയർ കുറവാണെന്ന് കൃത്യമായിട്ടൊരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ കാറ്റടിച്ചു. പക്ഷെ വീണ്ടും ആ മെസ്സേജ് പോകുന്നില്ല, വാണിംഗ് മെസ്സേജ് പോകുന്നില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ ഈ ബട്ടണിലാണ് അമർത്തി കൊടുക്കേണ്ടത് എന്ന് ഞാൻ ഷോറൂമിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വളരെ ക്യൂട്ടാണ്, വളരെ ഭംഗിയാണ് പലപ്പോഴും. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഡോറൊക്കെ നല്ല ഹെവിയാണ്. കുട്ടികൾക്കൊന്നും പെട്ടെന്ന് തുറക്കാൻ പറ്റാത്ത അത്രയും ഹെവിയാണ്. MG ഇത് നിർമ്മിച്ചിട്ടുള്ളത് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ, നല്ലൊരു ബോഡി സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ ചിലവ് ഏറ്റവും കുറവാണെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൗകര്യം. ഇപ്പോൾ 2 മാസമായിട്ട് എനിക്ക് ബില്ല് വന്നു. ഇപ്പോൾ കറണ്ട് ബില്ല് ഞാൻ ഏകദേശം ഉപയോഗിക്കുന്ന ബില്ലിനെക്കാട്ടിലും 4000 രൂപയാണ് ഏകദേശം അധികം വന്നത്. 3800 4000 രൂപയാണ് അധികം വന്നത്. ഞാൻ 4000 കിലോമീറ്റർ 4205 കിലോമീറ്റർ ഓടി. ഇന്നേക്ക് കൃത്യം 2 മാസമാണ്. ഇതിലൊരു 10 ദിവസം മാത്രമേ ബില്ലിംഗ് സെക്ഷനിൽ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ബില്ല് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം 12000 രൂപയോളം ചിലവ് വന്നിരുന്നു. ഇപ്പോൾ ആ ചിലവൊക്കെ കുറവാണ്. ഇപ്പോൾ എനിക്ക് ഏകദേശം 2000 രൂപ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിലവ് നമുക്ക് വളരെയധികം ഒരു സൗകര്യമാണ്. വണ്ടി ഈ രീതിയിൽ ഒരു 3-4 വർഷം പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ എമൗണ്ട് നമുക്ക് മുതലാവും. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഞാനൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ, എന്തിനാണ് മാഷേ ഈ വണ്ടി എടുത്തത്, ഇത് വളരെ ഒരു പോയത്തരല്ലേ, ഇതൊരു മോശമായ ഒരു സെലക്ഷൻ അല്ലേ, നിങ്ങളിങ്ങനെ ചെയ്യാറില്ലല്ലോ എന്നൊക്കെ പലരും പറയും. പക്ഷെ ഞാൻ ഇത് ഉപയോഗിച്ചിരുന്നവരോട് ഒരുപാട് അന്വേഷിച്ചിരുന്നു. അവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. ആ അഭിപ്രായമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കാത്തവർ പലരും പറയും. ഇന്നൊരു അഭിപ്രായം പറഞ്ഞു, പക്ഷെ ഇത്രയും വിലക്ക് വണ്ടി എടുത്തിട്ട് ഇതൊരു 5 വർഷം കഴിയുമ്പോൾ പാട്ട വിലക്ക് വിൽക്കേണ്ടി വരില്ലേ എന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ 5 വർഷത്തെ ഓടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അടിക്കുന്ന ഫ്യൂവൽ ആ എമൗണ്ട് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ എമൗണ്ട് മുതലാവും. പിന്നെ MG എനിക്ക് തരുമ്പോൾ ഇതിന് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി ആജീവനാന്ത വാറണ്ടിയാണ്. ഇത്ര വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല, ആജീവനാന്ത വാറണ്ടിയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് RC ഓണർ ഈ വണ്ടി മാറ്റുന്നത് വരെ ഇതിൻ്റെ ബാറ്ററി MG തന്നെ സർവീസ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ 60% വില ബൈബാക്ക് ഗ്യാരണ്ടി ആയിട്ടും തരുന്നക്കാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫറുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ മാത്രമല്ല, ഒരു ഇലക്ട്രിക്കിലേക്ക് മാറണം, ഒരു പരിസ്ഥിതി സൗഹൃദമാകണം, ചിലവ് കുറക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. എന്തായാലും ഇതുവരെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷേ ഇതിലേക്ക് കയറാനുള്ളൊരു പ്രയാസമുണ്ട്. ഒരൊറ്റ ഡോറേ ഉള്ളൂ. അപ്പോൾ ബാക്കിലുള്ളവർ, വയസ്സായവരൊക്കെ, കുറച്ച് പ്രായം ചെന്നവർക്കൊക്കെ ബാക്കിലേക്ക് കയറുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പക്ഷേ AC ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല. DC ഫാസ്റ്റ് ചാർജിങ് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഈ Type 2 പ്ലഗ് എല്ലായിടത്തും അവൈലബിൾ അല്ല. ഇതൊക്കെ ഞാൻ നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. എന്തായാലും ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. എവിടേക്കും ഒരു മടിയും കൂടാതെ എനിക്ക് യാത്ര ചെയ്യാൻ തോന്നും. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കുടുംബസമേതം ഒരു കോഴിക്കോട്ടേക്കുള്ളൊരു യാത്ര തുടങ്ങുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ടിടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ ഞാൻ വരാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സെർച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ സെർച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ സെർച്ച് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് നമ്മുടെ കീബോർഡ് വന്നിട്ട് സെർച്ച് പിന്നെ ഈ വണ്ടിക്ക് കിട്ടുന്ന റേഞ്ച് ഏകദേശം കമ്പനി പറയുന്നത് 230 നമുക്കൊരു 170, 180, 200 വരെ റേഞ്ച് കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് ഓടിയിട്ടില്ല. ഒരു 15% ആകുന്നത് വരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് കിട്ടിയത് കണക്ക് വെച്ച് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 180-നും 200-നും ഇടയിലുള്ള റേഞ്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
മോശമല്ലാത്ത റേഞ്ചാണ്. അധിക ദിവസവും ഇത് പകുതിയോളം 50% താഴെ പോകാറില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ ഇത് 50% താഴെ പോകുന്നുള്ളൂ. ചില ദിവസത്തിന് 2 പ്രാവശ്യം ചാർജ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പോഴൊക്കെ ആ സമയത്തൊക്കെ ഇന്ധനത്തിന് ഒരു പൈസ ചിലവാക്കണ്ടെന്നുള്ള ചിന്തയാണ് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിൽ വരാറുള്ളത്. അത് ചിന്തിക്കുമ്പോൾ എങ്ങോട്ടും ഇത് എടുത്ത് പോകാൻ തോന്നും. ഉപ്പാന്റെ അഭിപ്രായം കേട്ടില്ല, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. കോഴിക്കോട്ട് പോയി വരാം. എല്ലാവർക്കും ബൈ.